ഇതാണ് നമ്മളെ തോട്ടത്തിലേക്കുള്ള റോഡ് കേട്ടോ. ഈ റോഡ് ഇങ്ങനെ വന്നിട്ട് ഇത് ടാർട്ടർ റോഡാണ്. ഈ കിടക്കണ മുതലാണ് നമ്മുടെ. ഇതിങ്ങനെ പോയിട്ട് ഇതങ്ങനെ എൽ ഷേപ്പിൽ ഈ പാടത്തിൻ്റെ അപ്പുറത്തതോ കാണുന്ന മരം കണ്ടോ, അത് ഞാനങ്ങനെ കിടക്കാണ്. ടാർട്ടർ റോഡിൻ്റെ വക്കാണ്, നല്ല വീതിയുള്ള സ്ഥലമാണ്. ഇതാണ്ട ഇതൊരു 6 ഏക്കറാണ് കേട്ടോ. ഫാമിന് പറ്റിയ സ്ഥലമാണ്. ഇതിൽ ഫാം ഓൾറെഡി ഉണ്ട് കേട്ടോ. കണ്ടമാനം തേക്ക് മരങ്ങളുണ്ട്. നിരന്ന ഭൂമിയാണ്. ഇതിൻ്റെ നേരെ തൊട്ടടുത്ത് മേലെ റോഡ്, അതിൻ്റെ അപ്പുറത്ത് പുഴ, ഭാരതപ്പുഴയാണ് കേട്ടോ. നല്ല തോട്ടാക്കേണ്ടവർക്കും ഇത് പറ്റും. നല്ല മണ്ണാണ്. ആധാരത്തിൽ 6 അതിൻ്റെ മുകളിൽ സ്ഥലം കണ്ടമാനുണ്ടാവും. കണ്ടത് പണ്ടത്തെ ഒരു ഓട്ട് കമ്പനിയാണ്. ഫാമാക്കാനൊക്കെ പറ്റുന്നതാണ് കേട്ടോ. പുഴയോരാവുകൊണ്ട് വെള്ളം എവിടെ കുഴിച്ചാലും ഒന്നിങ്ങനെ മാന്തിയാൽ മതി, വെള്ളം കിട്ടും കേട്ടോ. ഈ ഭാഗത്തൊക്കെ ഇങ്ങനെ തേക്ക് മരങ്ങളുണ്ട്. ഇതിൽ കഴുങ്ങ് തെങ്ങൊക്കെ വെക്കാനേ പറ്റൂട്ടോ. ഇത് കോഴി ഫാമായിരുന്നു മുമ്പേ. കണ്ട, ഒരുപാട് കോഴികളുടെ ഫാം നടത്താൻ പറ്റുന്നതാണ്. പണ്ടത്തെ ഓട്ട് കമ്പനിയാണ് കേട്ടോ. പൊളിച്ചെടുത്താൽ ഒരുപാട് മുതൽ ഇതിലുണ്ട്. ഇരുമ്പിൻ്റെ കാലുകൾ, ഷീറ്റ്, ഇഷ്ടികകൾ. ഈ ഭാഗം ഫുള്ള് തേക്ക് മരമാണ്. ഇവിടെ എന്തൊരു ബാത്റൂം മാതിരി എന്തോ സംഭവമാണ്. ഇത് പണിക്കാർക്ക് താമസിക്കാനുള്ളൊരു സൗകര്യങ്ങളാണ് ഇത് ചെയ്തിരിക്കുന്നത്. കണ്ട, കാണിച്ചു തരാം. കോഴി ഫാം നടത്തേണ്ടവർക്ക് നല്ല സുഖമായിട്ട് നടത്താം. കണ്ടോ, ഇവിടെ കോഴി ഫാമുകൾ, അവിടെ നേരെ പണിക്കാർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ. ഈ ഒഴിഞ്ഞു കിടക്കുന്ന ഭൂമിയൊക്കെ ഇതിൽ തന്നെയാണ്. കണ്ടോ, കോഴി ഫാം ഒരുപാട് വലുതാണ് കേട്ടോ. ഇപ്പൊ കോഴി ഫാം ഇല്ലാത്തതുകൊണ്ടേ പൊന്തയായിട്ട് കിടക്കാണ്. ഇതൊരു മരമാണത്. ഇത് പണിക്കാരെ റൂമുകൾ. കോഴി ഫാം ഇങ്ങനെ നീണ്ടു കിടക്കാണ്. ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്ക് ഇനി കോഴിനെ ഇറക്കി നമുക്കൊരു വരുമാനം ഉണ്ടാക്കാം. അതോടുകൂടെ തന്നെ ഈ കണ്ട ഒരുപാട് സ്ഥലം കിടക്കല്ലേ, എന്തെങ്കിലും കൃഷികളും വല്ല ഫാമിലികളെ, ഹിന്ദി ഫാമിലികളെ അല്ലെങ്കിൽ അണ്ണന്മാരെയൊക്കെ കിട്ടുകയാണെങ്കിൽ കവുങ്ങ്, തെങ്ങ്, ജാതി അങ്ങനെ തോട്ടം ആക്കി മാറ്റാനും പറ്റുന്ന സ്ഥലമാണ്.
ബാക്കിലേക്കൊക്കെ സ്ഥലം കിടക്കുകയാണ് കണ്ടമാനം കേട്ടോ. അങ്ങ് കിടക്കുന്ന വണ്ടിയൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതാ വന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണിത്. വണ്ടി ഇതിൻ്റെ ഉള്ളിലേക്ക് വരും, ഏത് വലിയ വണ്ടിയും വരും കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും വാണത്തിൽ പാസ് ചെയ്യാനുള്ള റോഡ് സൗകര്യമുണ്ട്. ഇതാണ്ടോ, ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് കേട്ടോ, ഗേറ്റാണിത്. വണ്ടി എല്ലാ വണ്ടിയും വരും, നിരന്ന ഭൂമിയാണ്. മാത്രമല്ല എല്ലാ വണ്ടി ചെറുതും വലുതും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വണ്ടി പോകാൻ പറ്റുന്ന വലിയ റോഡാണ്. പിന്നെ ഇതാണ്ട എൻട്രൻസ് കഴിഞ്ഞ് അങ്ങനെ വന്നാൽ ഈ ഭാഗത്തൊക്കെ ഫുള്ള് തേക്കുകളാണ്. ചെറുതാണെങ്കിലും ഒരു 3-4 വർഷം ആകുമ്പോഴത്തേക്കും നല്ലൊരു സംഖ്യക്കുള്ള തേക്കുണ്ടായിരുന്നു. പിന്നെ അതാ കാണുന്ന ഫാമുകൾ. പിന്നെ ഒഴിഞ്ഞ് കിടക്കണ നല്ല അടിപൊളി ഭൂമിയാണ്. കവുങ്ങ്, തെങ്ങ് അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാക്കാം. ഞാൻ നിങ്ങൾക്ക് വണ്ടി വരുന്ന സ്ഥലം ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മളെ ഗേറ്റ്. റോഡ് വലിയ റോഡാണ്. ഇതിൻ്റെ ഈ പരിസരം വരെ, നമ്മുടെ ഈ തോട്ടം വരെ ടാറിങ് ഉണ്ട്. ഇതാണ്ട് അത് ടാറിങ് റോഡാണ്. എല്ലാ വണ്ടികളും വരുന്ന വിശാലമായ ടാറിങ് റോഡാണ് കേട്ടോ. ഇത് നമ്മുടെ തോട്ടമാണ്. ഇത് നമ്മളിങ്ങനെ പോയി ഈ റോഡ് കഴിഞ്ഞ ഉടനെ ഇതാ കാണുന്നത് പുഴയുമാണ്, ഭാരതപ്പുഴ. ഓക്കെ, പിന്നെ അങ്ങോട്ട് ഒരുപാട് തോട്ടങ്ങളുണ്ട്. വഴി റോഡ് അങ്ങനെ പോവാണ് ഭാരതപ്പുഴയുടെ ഓരത്തു കൂടെ. നമ്മളെ ഈ സ്ഥലത്തിൻ്റെ ഓരത്തു കൂടെ ഒരുപാട് അങ്ങോട്ട് ലോങ് റോഡുണ്ട് കേട്ടോ. എല്ലാം കൊണ്ടും സൗകര്യമാണ്, വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല. ആവശ്യമുള്ളവർ വാങ്ങിക്കോളും. വേണ്ടോ, ഇതാണ് ഗേറ്റ് പൂട്ടി ഞങ്ങൾ. ടാർ റോഡ് ഇതിൻ്റെ തൊട്ട് കിടക്കാണ്.